ഇന്ന് ചപ്പാത്തിക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു തക്കാളി കറി കണ്ടാലോ. സോ എണ്ണ നമ്മൾ ഒരു പാനിലേക്ക് ഒഴിച്ചു, അതിൽ കടുക് വറുത്തു, പിന്നെ നമ്മൾ ആഡ് ചെയ്ത് സവാള, ഇഞ്ചി, വെളുത്തുള്ളിയാണ്. നമ്മൾ നല്ലതായിട്ട് അത് സോട്ട് ചെയ്യണം, നല്ലപോലെ സോട്ട് ചെയ്യണം. കുറച്ച് നേരം നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം നമ്മൾ സോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, എല്ലാ മസാലകൾ, അതായത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ നമുക്ക് മുളക് പൊടി വേണം, പിന്നെ അതിൻ്റെ കൂടെ ഉലുവാപ്പൊടി, ഒരല്പം ഉലുവാപ്പൊടി ഇട്ട് നമ്മൾ നന്നായിട്ട് പച്ചമണം പോകുന്നിടം വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻ്റായ തക്കാളി നമ്മൾ അരിഞ്ഞ് മാറ്റി വെക്കണം. സോ അത് നമ്മൾ കുറച്ച് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആ മസാലയിൽ ചേർക്കാം. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച തക്കാളിയും കൂടെ നമുക്ക് അതിലേക്ക് ചേർക്കാം. എത്ര തക്കാളിയാണ് ഇതൊരു നാല് ചെറിയ തക്കാളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. സോ ഇത് നന്നായിട്ടൊന്ന് വഴറ്റാം. നന്നായിട്ട് വഴറ്റിയ ശേഷം നമുക്ക് ഇത് അടച്ചു വെക്കണം. അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വെക്കണം. ഈ അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞിട്ട് മതി നമുക്ക് വെള്ളം ഒഴിക്കാൻ. സോ ഇപ്പോൾ നമ്മളതൊന്ന് ക്ലോസ് ചെയ്ത് ലിഡ് വെച്ച് നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം, ചൂടാക്കിയ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി അത് നല്ലതായിട്ടൊന്ന് തിളയ്ക്കണം. സോ നല്ലതായിട്ട് തീ കൂട്ടി വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച ശേഷം നമുക്കത് കുറുകി കഴിയുമ്പം നമുക്ക് നമ്മുടെ തക്കാളിക്കറി, നമ്മൾ ചപ്പാത്തിക്ക് കഴിക്കാൻ പറ്റുന്ന തക്കാളിക്കറി റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.